ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ എരുന്ത് താളിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഉമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ ഒരു പുഴ പോകുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ അതിലൂടെ തോണിക്കാർ പോകുമ്പോഴാണ് നമ്മൾ ഈ എരുന്തൊക്കെ വാങ്ങിച്ചിരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ വീട്ടിൽ മീൻകാർ തന്നെ കൊണ്ടുവരും. അപ്പോൾ കുറച്ച് എരുന്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചെണ്ണ മതി. തോലോടുക്കൻ ഇങ്ങനെ വെക്കുകയാണല്ലോ, അപ്പോൾ ഇതിൽ പൊടിയും മണലും പിന്നെ കരടും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ചെറിയ പീസുകളും ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് 4-5 പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കണം. ഞാൻ വൃത്തിയാക്കി വെച്ചാണ് പിന്നെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി തരാം കേട്ടോ. ഇതേപോലെ വെള്ളം മാറ്റി മാറ്റി കഴുകണം കേട്ടോ. അപ്പോൾ ഇത് തോലോടുക്കൻ എടുക്കണതുകൊണ്ട് നല്ല കഴുകണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 ചെറിയുള്ളിയും 4-5 ചുവന്ന മുളകും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ താളിക്കാൻ എപ്പോഴും നല്ലത്. അപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 4-5 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറി വരണം കേട്ടോ. ഇതിൽ പിന്നെ മൂത്തതിന് ശേഷം നമ്മൾ മുളകും കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനൊരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്ന് പെട്ടെന്ന് തന്നെ മൂത്ത് വരുമല്ലോ. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു കപ്പോളം കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇതിപ്പോൾ ഒരു 2 പിടി എരുന്തൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളം തന്നെ പാകമായിരിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പം നമ്മളെ എരുന്ത് കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം. എരുന്ത് ഈ ചൂടട്ടുമ്പോൾ തന്നെ അങ്ങനെ തുറന്ന് വരും കേട്ടോ. ഉള്ളിലത്തെ കാമ്പ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എരുന്തിൽ ഓൾറെഡി കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഇനി തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാ തോന്നിയാൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ കുറേ ഉപ്പിടരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തിളച്ച് കുറുകി ഈ എരുന്തിൻ്റെ ഉള്ളിലത്തെ നീരും പിന്നെ ഈ കഞ്ഞിവെള്ളം കൂടി മിക്സായിട്ട് നല്ലൊരു കുറുകിയൊരു താളിപ്പ് കിട്ടും. അത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കുറുകിയപ്പോൾ ഞാനൊന്ന് ഓഫാക്കുന്നുണ്ട്. ഈ ഒരു എരുന്ത് താളിച്ചും കൂട്ടി ചോറുന്നാൻ നമ്മൾ പണ്ടൊക്കെ ചോറ് തിന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. കോഴിക്കോട് ഭാഗത്താട്ടോ ഇതിന് എരുന്ത് പറയാം, ചിലർ കക്ക എന്നൊക്കെയാണ് പറയുക. ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി എരുന്ത് കിട്ടുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലും കൂടി പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.